കുട്ടി ഫുഡായാലും ഇങ്ങനെ ക്വാളിറ്റി ചെക്കേഴ്സ് കാണിക്കരുത്. നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാനുള്ള എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹലോ ഗൈസ്, അപ്പോഴേ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജ്യൂസ് മേക്കിംഗ് കമ്പനിയായിരുന്നു. ആദ്യം ജ്യൂസ് മേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അനീഷിനും നെവിനുമാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെക്കർ ഇൻസ്പെക്ടറായിട്ട് നമ്മുടെ അനുമോളും ജിഷിനുമായിരുന്നു. അനീഷും നെവിനും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആ ടാസ്കിൽ നിന്ന് ക്വാളിറ്റി ചെക്കർ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പോയപ്പോഴത്തേന് അനുവും ജിഷിനും രണ്ടാളും ക്വാളിറ്റി ചെക്കർ ഇൻസ്പെക്ടറാണ്. പക്ഷേ അവർക്ക് തമ്മിലൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് ആ ടാസ്ക് അതുവഴി അങ്ങ് പോയി. നെക്സ്റ്റ് ഡേ കമ്പനിയായിട്ട് എടുത്തപ്പോഴത്തേന് അനീഷ്, ഷാനവാസ്, ആര്യൻ എന്നിവരാണ് ഈ കമ്പനി റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇവർ മൂന്നും പെർഫെക്റ്റായിട്ട് അവരുടെ ജോലി ചെയ്ത് ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട് നമ്മുടെ അനുമോളും നമ്മുടെ സാബുമാനുമാണ് ഉണ്ടായിരുന്നത്. അവർ ക്വാളിറ്റി ചെക്ക് ചെയ്ത് എല്ലാം ചെയ്തു. പക്ഷേ ഫൈനൽ ഈ കളിയുടെ ഒരു ഫൈനൽ വന്നപ്പോഴത്തേന് ഇവർ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ജ്യൂസ് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുകയോ ഒന്നും ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ 7 ഈ വന്ന മത്സരാർത്ഥികളൊന്നും ഒരു ടാസ്കും വേണ്ട സീരിയസ്നെസ്സോടു കൂടി എടുക്കുകയോ അത് കംപ്ലീറ്റ് ചെയ്യുന്നതോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാ ടാസ്കും ഇങ്ങനെ റദ്ദാക്കാനായിട്ട് ചെയ്യുന്ന പോലെ ആർക്കും ഈ ടാസ്ക് കൊണ്ട് കോയിൻ കിട്ടുമോ, ആർക്കും ഒരു പ്രതിഫലം കിട്ടില്ലെന്നാണ് ഈ സീസണിലെ ഓരോ മത്സരാർത്ഥിയും ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സീസണിലെ മത്സരാർത്ഥികൾ ഇതുപോലെ എല്ലാ ടാസ്കും ഗൗരവമായി കാണാതെ എല്ലാ ടാസ്കുകളും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.